ഹായ് ഫ്രണ്ട്സ്, സുഖമല്ലേ എല്ലാവർക്കും? നമ്മുടെ ഇന്നത്തെ ഡിഷ് ഒരു ഞണ്ട് റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 കിലോ ഞണ്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ തോടെല്ലാം കളഞ്ഞിട്ടുള്ളൊരു വെയിറ്റാണ് ഞാൻ പറയുന്നത്. 1/2 കിലോ ഞണ്ടുണ്ട്. അപ്പോൾ അത് കഴുകി ക്ലീനാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഇതിലേക്ക് 3 വലിയ സവാള, 3 തക്കാളി, 4 പച്ചമുളക്, 5-8 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ സവാളയാണെങ്കിൽ 5-6 സവാള ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞങ്ങളുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് എല്ലാം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സവോള മരിഞ്ഞ് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് മെയിനായിട്ട് കുരുമുളകും പെരിഞ്ജീരകമാണ് ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഞണ്ട് കറി എന്ന് പറയുമ്പോൾ അതിൽ കുറച്ചൊരു മധുരം കയറി നിൽക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് കൂടുതലായിട്ട് കുരുമുളക് അതുപോലെ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ മക്കൾക്കും കൂടി എടുക്കുന്നതുകൊണ്ട് അധികം മുളക് ചേർക്കുന്നില്ല. അപ്പോൾ കുരുമുളകും പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഞണ്ട് കറിയിലേക്ക് നമ്മൾ അധികം മസാലയും ഫ്ലേവേഴ്സൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഞണ്ടിൻ്റെ ശരിയായിട്ടുള്ളൊരു ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അധികം മസാലയൊന്നും ചേർക്കാതിരിക്കുകയാണ് നല്ലത്. ഞാനിവിടെ മുളക് പൊടി തീരെ യൂസ് ചെയ്യുന്നില്ല. ഞണ്ട് ഒരു പെപ്പർ റോസ്റ്റ് ആയിട്ടാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പെരിഞ്ജീരകവും കുരുമുളകും കൂടി ചതച്ചത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാളയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് മൊരിഞ്ഞ് കിട്ടും. നമ്മളിവിടെ ചതച്ചെടുത്തിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതുപോലെ തന്നെ കറിവേപ്പില എല്ലാം സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളിയും നന്നായിട്ടൊന്ന് വാടി വരണം. ഈ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് നോക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച കുരുമുളകും പെരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന പൊടികൾ. അപ്പോൾ നമ്മുടെ തക്കാളി സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അധികം സവാളയും തക്കാളിയൊക്കെ ഇട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മളിത് ഈ ഒരു കൂട്ട് നമ്മൾ ചീനച്ചട്ടിയുടെ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ഒന്ന് നീക്കി കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. അപ്പോൾ അതിലോട്ട് ഇട്ടിട്ട് നമ്മൾ ഈ മസാലകളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. മസാലയൊക്കെ നന്നായിട്ട് റോസ്റ്റായി കിട്ടും. മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഞണ്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞണ്ടിറച്ചിയിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് വേറെ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റായി കാണും. ഇപ്പോൾ ഇതാ ഞണ്ടിറച്ചിയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാൻ പോവാണ്. ഞണ്ടിറച്ചി എന്ന് പറയുമ്പോൾ അധികം വേവില്ലാത്തൊരു സംഭവമാണ് കേട്ടോ. അധികം നേരമൊന്നും വേണ്ടി വരില്ല ഇത് വെന്ത് വരാനായിട്ട്. ഇതപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നു. അപ്പോൾ നമ്മുടെ ഞണ്ടിറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും സ്മെല്ലൊക്കെ നന്നായിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് എരിവ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടെ കുരുമുളകൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. താങ്ക്